മാർജിയാമിൻ്റെ പരീക്ഷ. ഈശോയും മേരിയും അവരുടെ മധ്യേ ബാലനും മുൻപിൽ. പിന്നാലെ അപ്പസ്തോലന്മാരും സ്ത്രീകളും. എല്ലാവരും മത്സ്യ കവാടത്തോടടുത്തു. ഇത് ബുധനാഴ്ച രാവിലെയാണെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് അരിമത്യ ജോസഫ് എത്തിയിട്ടുണ്ട്. അയാൾ വന്ന് ഈശോയെയും ചെറുസംഘത്തെയും അഭിവാദ്യം ചെയ്യുന്നു. ഈശോ പട്ടാളക്കാരൻ അലക്സാണ്ടറെ തിരയുന്നു, എന്നാൽ കണ്ടില്ല. ഇന്നും അവൻ വന്നില്ലല്ലോ. എന്തു പറ്റിയെന്ന് ഞാൻ വിസ്മയിക്കുന്നു. ആൾക്കൂട്ടം വളരെ വലുതായതുകൊണ്ട് മറ്റു പട്ടാളക്കാരോട് ചോദിച്ചറിയാനും സാധിക്കയില്ല. ചോദിക്കാൻ പരിശ്രമിക്കുന്നത് ബുദ്ധിപൂർവമായ പ്രവൃത്തിയുമായിരിക്കയില്ല. കാരണം തിരുനാളിന് മുൻപ് യഹൂദന്മാർ എപ്പോഴും തന്നെ അസഹിഷ്ണുക്കളാണ്. ഇന്ന് പ്രത്യേകിച്ചും. സ്നാപകനെ കാരാഗൃഹത്തിലാക്കിയത് കാരണം കൂടുതൽ അസ്വസ്ഥരാണവർ. അതിന് പീലാത്തോസിനെയും ശിങ്കിടികളെയും അവർ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഞാനിത് മനസ്സിലാക്കുന്നത് പട്ടാളക്കാരും യഹൂദന്മാരും തമ്മിൽ കവാടത്തിങ്കൽ വഴക്കടിക്കുന്നതിനിടയിൽ പറയുന്ന ചീത്ത വാക്കുകളിൽ നിന്നാണ്. വെടിക്കെട്ട് പോലെയാണ് തെറി വിളിക്കുന്നത്. ഗലീലിയായിൽ നിന്ന് വന്നിരിക്കുന്ന സ്ത്രീകൾ ഇത് കേട്ടിട്ട് വലിയ ഇടർച്ചയാകുന്നു. അവർ ശിരോവസ്ത്രവും പുറംകുപ്പായവും ഒന്നും കൂടെ വലിച്ചിട്ട് തങ്ങളെ തന്നെ കൂടുതൽ മറക്കുന്നു. മേരി വിവരണയാകുന്നുണ്ടെങ്കിലും സന്ദേഹം കൂടാതെ മുന്നോട്ട് നടക്കുന്നുണ്ട്. മകനെ നോക്കിക്കൊണ്ട് നിവർന്ന് മഹത്വത്തോടെയാണ് നടക്കുന്നത്. ഈശോ യഹൂദന്മാരോടാകട്ടെ പട്ടാളക്കാരോടാകട്ടെ ഒരു വാക്കുപോലും പറയുന്നില്ല. ഗലീലിയക്കാരുടെ സംഘത്തോട് അല്പം അസുഖകരമായ വിധത്തിൽ ആരൊക്കെയോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അരിമത്യ ജോസഫ് മുന്നോട്ട് വന്ന് ഈശോയുടെ സമീപത്തേക്ക് നടക്കുന്നു. ജനക്കൂട്ടത്തിന് അയാളെ മനസ്സിലായപ്പോൾ ബഹുമാനത്താൽ അവർ സംസാരം നിർത്തി. അവസാനം മത്സ്യ കവാടം അവർ പിന്നിട്ടു. പട്ടണത്തിലേക്ക് വരുന്ന ജനങ്ങൾ തിരമാല അടിക്കുന്നത് പോലെയാണ് നീങ്ങുന്നത്. കഴുതകളും കാലക്കൂട്ടങ്ങളുമായി തെരുവുകളിൽ ധൃതിയിൽ നീങ്ങുന്നു. ഗുരുവേ, ഞങ്ങൾ ഇവിടെയുണ്ട്, തോമസ് വിളിച്ചു പറയുന്നു. കവാടത്തിനെതിരെയുള്ള വശത്ത് ഫിലിപ്പിൻ്റെയും ബെർത്തലോമിയുടെയും കൂടെയാണ് തോമസ്. യൂദാസ് വന്നില്ലേ? നിങ്ങൾ എങ്ങനെ ഇവിടെ വരാൻ ഇടയായി? പലരും ചോദിക്കുന്നു. യൂദ വന്നില്ല. ഞങ്ങൾ അതിരാവിലെ ഇവിടെ വന്നു. നിങ്ങൾ നേരത്തെ വന്നെങ്കിലോ എന്ന് പേടിച്ചാണ് കാലേക്കുട്ടി പോന്നത്. യൂദായെ ഞങ്ങൾ കണ്ടതേയില്ല. ഇന്നലെ ഞാൻ അവനെ കണ്ടു. സദോക്കിൻ്റെ കൂടെയായിരുന്നു അവൻ. നിയമജ്ഞൻ സദോക്കിനെ ജോസഫ് അറിയുമല്ലോ. മെലിഞ്ഞ വൃദ്ധൻ, കണ്ണിൻ്റെ താഴെ ഒരു മുഴയുണ്ട്. മറ്റാളുകളും യുവാക്കൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഹലോ യൂദാസ് എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് അവൻ ഒരു മറുപടിയും തന്നില്ല. എന്നെ അറിയാത്ത ഭാവം നടിച്ചു. ഇവൻ എന്തു പറ്റിയെന്ന് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഏതാനും മീറ്റർ ദൂരം ഞാൻ പിഞ്ചെന്നു. അവൻ സദോക്കിനെ വിട്ട് സമപ്രായക്കാരായവരുടെ കൂടെ പോയി. സദോക്കിൻ്റെ കൂടെ നടന്നപ്പോൾ അവനൊരു ലേവായനാണെന്ന് തോന്നുമായിരുന്നു. മറ്റുള്ള യുവാക്കൾ ലേവായരല്ല. ഇപ്പോൾ അവൻ ഇവിടെങ്ങുമില്ല. നമ്മൾ ഇവിടെ വരുമെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട് താനും. ഫിലിപ്പ് ഒന്നും പറയുന്നില്ല. മനസ്സിൽ തെളിച്ചു പൊള്ളി വരുന്ന വാക്കുകൾ നിയന്ത്രിക്കുവാൻ ബെർത്തലോമിയോ അതരങ്ങൾ മുറുക്കി കടിച്ചു പിടിക്കുന്നു. അതരങ്ങൾ കാണാനേയില്ല. കൊള്ളാം, എന്തായാലും നമുക്ക് പോകാം. അവൻ്റെ അസാന്നിധ്യം നിമിത്തം ഞാൻ കരയുവാനൊന്നും പോകുന്നില്ല, പത്രോസ് പറയുന്നു. നമുക്ക് സ്വല്പം നേരം കാത്തു നിൽക്കാം. ഒരുപക്ഷെ തിരക്കുകൊണ്ട് അവൻ താമസിച്ചു പോകുന്നതായിരിക്കാം, ഈശോ ഗൗരവത്തിൽ പറയുന്നു. തണലുള്ള ഭാഗത്ത് മതിലിനോട് ചേർന്ന് അവർ നിൽക്കുന്നു. സ്ത്രീകൾ ഒരുമിച്ചൊരിടത്തും പുരുഷന്മാർ ഒരുമിച്ച് വേറൊരു കൂട്ടമായിട്ടും നിൽക്കുന്നു. എല്ലാവരും അവരുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. പത്രോസ് എത്ര വിശിഷ്ടമായിട്ടാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്. മഞ്ഞുപോലെ വെണ്മയുള്ള പുതിയ ശിരോവസ്ത്രം, ചുവപ്പും സ്വർണവും നിറത്തിലുള്ള ചിത്രത്തുന്നലുകളുള്ള പക്കുകൾ, ഏറ്റവും നല്ല ഉടുപ്പ്, കടും ചുവപ്പ് നിറം, ശിരോവസ്ത്രത്തിൻ്റേതുപോലെയുള്ള തുണി കൊണ്ടുള്ള ബെൽറ്റ്, കടോര പോലെയുള്ള കത്തി, കൊത്തുപണികളുള്ള കൈപ്പിടി, പിച്ചള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മിന്നുന്ന ഉറ, തിളങ്ങുന്ന കത്തി അകത്തുള്ളത് കാണാം. ഇത് ബെൽറ്റിൽ തൂക്കിയിട്ടിരിക്കുന്നു. മറ്റുള്ളവരും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഒരുങ്ങി വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് മാത്രം ആയുധമില്ല. ഈശോ വെള്ള ഉടുപ്പും
നല്ല നീല നിറത്തിലുള്ള പുറം കുപ്പായവും ധരിച്ചിരിക്കുന്നു. പുറം കുപ്പായം തീർച്ചയായും മേരി മഞ്ഞുകാലത്ത് നെയ്തെടുത്തതായിരിക്കണം. മാർജിയാമിൻ്റെ ഉടുപ്പിന് ഇളം ചുവപ്പ് നിറമാണ്. കഴുത്തിലും കൈത്തണ്ട ഭാഗത്തും അടിയിലത്തെ പടിയിലും കടും ചുവപ്പ് നിറം. അരക്കെട്ടും പുറം കുപ്പായത്തിൻ്റെ അടിയിലത്തെ പടിയും ഇതേ നിറത്തിൽ തന്നെ ചിത്രത്തുന്നലുകളുള്ളവയാണ്. പുറം കുപ്പായം ബാലൻ കൈത്തണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇടയ്ക്കിടെ സന്തോഷത്തോടെ അത് തൊട്ടു നോക്കുന്നുമുണ്ട്. ഇടയ്ക്കിടെ അവൻ തലയുയർത്തി നോക്കുന്നു. മുഖത്ത് കുറച്ച് പുഞ്ചിരിയും കുറച്ച് വിഷമവും സ്ഫുരിക്കുന്നു. പത്രോസിൻ്റെ കയ്യിൽ ഒരു ചെറിയ പൊതിക്കെട്ടുണ്ട്. അത് വളരെ സൂക്ഷിച്ചാണ് പിടിച്ചിരിക്കുന്നത്. സ്വല്പം സമയം കടന്നുപോയി യൂദാസ് വരുന്ന ലക്ഷണമൊന്നുമില്ല. അവന് വരാൻ തോന്നിയില്ല. പത്രോസ് പിറുപിറുക്കുന്നുണ്ട്. വേറെന്തോ പറയാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ജോൺ പറയുന്നു, ഒരുപക്ഷെ അവൻ സുവർണ കവാടത്തിലായിരിക്കാം കാത്തു നിൽക്കുന്നത്. അവർ ദേവാലയത്തിലേക്ക് പോകുന്നു. എന്നാൽ യൂദാസ് അവിടെയില്ല. അരിമത്യ ജോസഫിന് ക്ഷമ കെട്ടു. അയാൾ പറയുന്നു, നമുക്ക് പോകാം. മാർജിയാമാകെ വിളറുന്നു. മേരിയെ ചുംബിച്ചുകൊണ്ട് അവൻ പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാൻ കുഞ്ഞേ, നീ ഭയപ്പെടേണ്ട. നീ നല്ല മിടുക്കനല്ലേ. മാർജിയാം പിന്നീട് പത്രോസിനെ കെട്ടിപ്പിടിക്കുന്നു. പത്രോസിൻ്റെ കരം പിടിച്ച് അമർത്തുന്നു. എന്നിട്ടും ധൈര്യം കിട്ടുന്നില്ല. അവൻ ഈശോയുടെ കയ്യിൽ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മാർജിയാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ വരുന്നില്ല. പിന്നീട് നിന്നെ ഞാൻ കണ്ടുകൊള്ളാം. ഗുരുവേ, നീ വരുന്നില്ലേ? എന്തുകൊണ്ടാണ് വരാത്തത്? പത്രോസ് വലിയ വിസ്മയത്തോടെ ചോദിക്കുന്നു. കാരണം അങ്ങനെയായിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഈശോയ്ക്ക് ഗൗരവമാണ്. ദുഃഖം മുഖത്ത് കാണാം. ഇങ്ങനെയും ഈശോ കൂട്ടിച്ചേർക്കുന്നു, നീതിമാനായ ജോസഫ് എൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കുകയില്ല. ജോസഫ് ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. എന്നാൽ വാചാലമായ ഒരു നെടും നിശ്വാസം കൊണ്ട് അംഗീകാരം ഉറപ്പിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് പോകാം, പത്രോസ് വിഷമത്തോടെ പറയുന്നു. മാർജിയാം ജോണിനെ മുറുകെ പിടിക്കുകയാണ്. ജോസഫ് മുമ്പേയും മറ്റുള്ളവർ പിമ്പേയുമായി അവർ പോകുകയാണ്. ജോസഫിനെ ആളുകൾ താണുവണങ്ങി ബഹുമാനം കാണിക്കുന്നുണ്ട്. സൈമണും തോമസും അവരുടെ കൂടെ പോകുന്നുണ്ട്. മറ്റുള്ളവർ ഈശോയുടെ കൂടെ. ഒരിക്കൽ ഈശോ പ്രവേശിച്ച അതേ ഹാളിൽ ഇവർ പ്രവേശിക്കുന്നു. ഒരു മൂലയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു യുവാവ് ജോസഫിനെ കണ്ട നിമിഷത്തിൽ ചാടി എണീറ്റ് നിലം പറ്റിയെന്ന് പറയാം. അയാളെ താണുവണങ്ങുന്നു. സക്രിയാസേ, ദൈവം നിന്നോടുകൂടെ. അസ്രിയേലിനെയും ജേക്കബിനെയും ഉടനെ തന്നെ വിളിക്കൂ. യുവാവ് പോയി ഒട്ടും താമസിയാതെ രണ്ടാളുകളെയും കൂട്ടി തിരിച്ചു വന്നു. അവർ റബ്ബിമാരോ സിനഗോഗിലെ അംഗങ്ങളോ നിയമജ്ഞരോ മറ്റോ ആണെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞുകൂടാ. വീർത്ത മുഖവുമായി വരുന്നവരുടെ നിന്ദാഭാവം ജോസഫിനെ കണ്ടപ്പോൾ മാറിപ്പോകുന്നുണ്ട്. ഇവരോളം ഗാംഭീര്യമില്ലാത്ത 8 പേരും പിന്നാലെ എത്തി. അവരെല്ലാവരും ഇരിക്കുന്നു. അരിമത്യ ജോസഫും കൂടെ വന്നവരും നിൽക്കുകയാണ്. എന്തു വേണം ജോസഫെ? കൂട്ടത്തിൽ പ്രായം കൂടിയ ആൾ ചോദിക്കുന്നു. എബ്രഹാത്തിൻ്റെ പുത്രനായ ഈ ബാലനെ നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. നിയമം അനുശാസിക്കുന്ന പ്രായം ഇവന് തികഞ്ഞിട്ടുണ്ട്. സ്വയം നിയമത്തിനും വിധേയനാകുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രായം. ഇവൻ നിന്റെ ബന്ധുവാണോ? വിസ്മയത്തോടെ അവർ പരസ്പരം നോക്കുന്നു. ദൈവത്തിൽ നമ്മളെല്ലാവരും ബന്ധുക്കളാണ്. എന്നാൽ ഇവൻ ഒരു അനാഥ കുട്ടിയാണ്. സത്യസന്ധനാണെന്ന് എനിക്ക് നന്നായി അറിയാവുന്ന ഈ മനുഷ്യൻ അവനെ ദത്തെടുത്തിരിക്കുന്നു. കാരണം പിൻഗാമികളില്ലാതിരിക്കുവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. ആരാണയാൾ? അയാൾ തന്നെ മറുപടി പറയട്ടെ. ഗലീലയനായ നീ ഈ പിതൃത്വം ഏറ്റെടുക്കുകയാണോ? എന്തിന്? അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമെന്ന് നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. നിയമം നന്നായി പഠിക്കാൻ അവന് കഴിവുണ്ടോ? നിയമത്തിൻ്റെ പുത്രനാകാൻ യോഗ്യത? എന്നാൽ കുട്ടി, നീ ആരാണെന്ന് പറയൂ. ജോണിൻ്റെ പുത്രൻ ജാബസ് മാർജിയം, എമ്മാവൂസിനടുത്തുള്ള നാട്ടിൽ നിന്ന്. 12 വർഷം മുമ്പാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ നീ ഒരു യൂദയാക്കാരനാണല്ലോ. ഗലീലയായ ഒരാൾ ഇവനെ സംരക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? നിയമങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ എന്താണ്, ഒരു കുഷ്ഠരോഗിയാണോ? ശപിക്കപ്പെട്ടവനാണോ? പത്രോസിന് ദേഷ്യം തിളച്ചു പൊങ്ങുന്നു. സൈമൺ, ശാന്തമായിരിക്കൂ. അവന് വേണ്ടി ഞാൻ സംസാരിച്ചു കൊള്ളാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ മനുഷ്യന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന്.
എൻ്റെ കുടുംബത്തിലെ ഒരംഗമെന്ന പോലെ ഇയാളെ എനിക്കറിയാം. നിയമത്തിലോ പ്രമാണങ്ങൾക്കോ എതിരായിട്ടുള്ളതൊന്നും മൂപ്പനായ ജോസഫ് അവതരിപ്പിക്കുകയില്ല. നീതിപൂർവം ഈ കുട്ടിയെ പരീക്ഷിച്ചു വിടുക. പരീക്ഷയ്ക്ക് ഹാജരാകാനുള്ള കുട്ടികളെ കൊണ്ട് മുറ്റം നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും ഓർത്ത് ദയവായി ഒന്ന് വേഗം നടത്തൂ. എന്നാൽ കുട്ടിക്ക് 12 വയസ്സായെന്ന് തെളിയിക്കാൻ ആർക്ക് കഴിയും? ദേവാലയത്തിൽ നിന്ന് അവൻ വീണ്ടെടുക്കപ്പെട്ടവനാണോ? രേഖകൾ നോക്കി അത് തെളിയിക്കാമല്ലോ. നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാ, എന്നാലും ചെയ്യാൻ കഴിയും. കുട്ടി, നീ ആദ്യജാതനാണെന്ന് നീ എന്നോട് പറഞ്ഞു. ഉവ്വ് സാറേ, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം എന്നെ ദൈവത്തിന് കാഴ്ചവെക്കുകയും നിയമം അനുശാസിക്കുന്ന കാഴ്ച അർപ്പിച്ചുകൊണ്ട് വീണ്ടെടുക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇവയെല്ലാം നമുക്ക് നോക്കിയെടുക്കാം, ജോസഫ് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല. വളരെ നിസ്സംഗതയോടെ പരിഹാസകരായ ആ 2 പരീക്ഷകൾ പറയുന്നു. കുട്ടി വരൂ, 10 കൽപ്പനകൾ പറയൂ. ബാലനൊരു ചാഞ്ചല്യവും കൂടാതെ അത് ഉരുവിടുന്നു. ജോയ്ക്കപ്പ്, ആ ചുരുളിങ് തരൂ. കുട്ടി, നിനക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ ഇത് വായിക്കൂ. ഏത് ഭാഗമാണ് റബി? നിനക്കിഷ്ടമുള്ള ഭാഗം. നീ ആദ്യം കാണുന്ന ഭാഗം, അസ്രയേൽ പറയുന്നു. അല്ല, ചുരുളിങ് തരൂ. ചുരുൾ നിവർത്തി ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ച് ജേക്കബ് പറയുന്നു, ഇതാ, ഇവിടെ വായിക്കൂ. അവൻ അപ്പോൾ അവരോട് രഹസ്യമായി പറഞ്ഞു, സ്വർഗത്തിൻ്റെ നാഥനെ വാഴ്ത്തുവിൻ. സകല സൃഷ്ടികളുടെയും മുമ്പിൽ അവൻ്റെ സ്തുതികൾ ഉരുവിടുവിൻ. എന്തെന്നാൽ അവൻ നിങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. ഒരു രാജാവിൻ്റെ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നത് യുക്തമാകുന്നു, എന്നാൽ അത് വെളിപ്പെടുത്തുന്നതും ശരി തന്നെ. അത് മതി, അത് ധാരാളം മതി. ഇതെന്താണ്? സ്വന്തം പുറംകുപ്പായത്തിൻ്റെ തൊങ്ങലുകൾ കാണിച്ചുകൊണ്ട് ജേക്കബ് ചോദിക്കുന്നു. പരിശുദ്ധമായ തൊങ്ങലുകൾ. നമ്മൾ അത് ധരിക്കുന്നത് അത്യുന്നതനായ കർത്താവിൻ്റെ പ്രമാണങ്ങൾ ഓർമ്മിക്കുന്നതിനാണ്. ഏതുതരം മാംസവും ഭക്ഷിക്കുന്നതിന് ഇസ്രയേലിന് നിയമാനുസൃതമാണോ? അസ്രയേൽ ചോദിക്കുന്നു. അല്ല സാറേ, ശുദ്ധമെന്ന് കൽപ്പിച്ചിട്ടുള്ളവ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. പ്രമാണങ്ങൾ എന്നോട് പറയൂ. ബാലൻ ഒരറ്റം മുതൽ ഉരുവിടാൻ തുടങ്ങി. നീ ചെയ്യരുത്, ചെയ്യരുത്, അത് മതി. ഒരു ഗലീലിയൻ എന്ന നിലക്ക് ഇത് വളരെയധികം തന്നെ. മനുഷ്യ, ഇപ്പോൾ നിങ്ങൾ സത്യം ചെയ്തു പറയണം, കുട്ടിക്ക് പ്രായം തികഞ്ഞുവെന്ന്. പത്രോസിന് നല്ല ഭവ്യതയിൽ മഹിമയോടെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പിതാവെന്ന നിലക്ക് ഒരു പ്രസംഗം തന്നെ പറയുന്നു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതുപോലെ എൻ്റെ മകന് നിശ്ചയിക്കപ്പെട്ട പ്രായം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സ്വന്തം കാര്യം നടത്തുവാൻ തക്ക അറിവുണ്ട്. കാരണം കൽപ്പനകൾ, പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ, പാരമ്പര്യങ്ങൾ, തഴക്കങ്ങൾ, കർമ്മങ്ങൾ, അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ ഇവയെല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവന് പ്രായപൂർത്തി വന്നതായി പ്രഖ്യാപിക്കണമെന്ന് അവനും ഞാനും ആവശ്യപ്പെടുന്നു. വാസ്തവത്തിൽ ഈ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു. എന്നാൽ പാരമ്പര്യം ഇവിടെ ലംഘിക്കപ്പെട്ടു. അത് ഗലീലിയക്കാരല്ല ചെയ്തത്. കുട്ടിയെ പരീക്ഷിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതും അവൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ചാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവന് യോഗ്യത കൽപ്പിച്ചിരിക്കുന്നതിനാൽ അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഈ നിമിഷം മുതൽ ഞാൻ ഉത്തരവാദിത്തമുള്ളവനല്ല. സിനഗോഗിലേക്ക് പോയിക്കൊള്ളൂ. ആ ചെറുസംഘം സിനഗോഗിലേക്ക് നീങ്ങുന്നു. പത്രോസ് നിലക്ക് നിർത്തിയ റബിമാർ മുഖം വീർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർജിയാം പ്രസംഗപീഠത്തിൻ്റെയും ദീപങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നു. അവർ അവൻ്റെ മുടി മുറിച്ച് നീളം കുറയ്ക്കുന്നു. തോളിൽ മുട്ടിക്കിടന്നിരുന്ന മുടിക്ക് ഇപ്പോൾ കാതിനടിഭാഗം വരെ നീളമേയുള്ളൂ. പത്രോസ് കയ്യിലിരുന്ന പൊതി തുറന്ന് ചുവപ്പ് നിറമുള്ള ഒരു കമ്പിളി ബെൽറ്റ് എടുത്ത് സ്വർണ്ണ നിറമുള്ള ചിത്രത്തുന്നലുകളുള്ള മനോഹരമായ ബെൽറ്റ് അവനെ ധരിപ്പിക്കുന്നു. പുരോഹിതന്മാർ തുകലുകൾ കൊണ്ടുള്ള ചെറിയ റിബൺ അവൻ്റെ നെറ്റിയിലും കയ്യിലും കെട്ടുമ്പോൾ പത്രോസ് മാർജിയാം കയ്യിൽ തൂക്കിയിട്ടിരുന്ന പുറംകുപ്പായം വാങ്ങി അതിൻ്റെ വിളിമ്പിൽ തൊങ്ങലുകൾ പിടിപ്പിക്കുന്ന തിരക്കിലാണ്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു സംഗീതം ആലപിക്കുകയാണ് ഇപ്പോൾ. പത്രോസ് തരളിതനായി കാണപ്പെടുന്നു. ചടങ്ങ് കഴിഞ്ഞു. അവർ വേഗം പുറത്തു കടന്നു. പത്രോസ് പറയുന്നു, ദൈവത്തിന് സ്തുതി, ഞാനങ്ങും അടുത്തുപോയി. ഒരു നിമിഷം കൂടെ നിൽക്കാൻ
എന്നെക്കൊണ്ട് കഴിയുമായിരുന്നില്ല. ജോസഫ് എന്തു പറയുന്നു? അവൻ കർമ്മം പൂർത്തിയാക്കി പോലുമില്ല. സാരമില്ല എൻ്റെ മകനെ, നിന്നെ കാഴ്ചവെക്കാനുള്ള ആൾ നിനക്കുണ്ട്. നമുക്ക് പോയി കർത്താവിനുള്ള സ്തുതിയുടെ ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാം. നിന്നെപ്പോലെയുള്ള ഓമനത്വം നിറഞ്ഞ ഒരാട്ടിൻകുട്ടിയെ. ജോസഫേ, എൻ്റെ നന്ദി ഞാൻ നിനക്ക് തരുന്നു. മകനെ, ഈ വലിയ സ്നേഹിതനോട് നന്ദി എന്ന് പറയൂ. ജോസഫ് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഞങ്ങളെ വളരെയധികം അധിക്ഷേപിക്കുമായിരുന്നു. സൈമൺ, നിന്നെപ്പോലെ നീതിമാനായ ഒരാളെ സഹായിക്കാനിടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. തീർച്ചയായും മറ്റുള്ളവരെയും കൊണ്ടുവരുമല്ലോ. നമുക്ക് പോയി ഗുരുവിനോട് പറയാം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത് വളരെ കൂടിപ്പോയിരിക്കുന്ന ഒരു ബഹുമതിയാണ്, പത്രോസ് എളിമയോടെ പറയുന്നു. എന്നാൽ സന്തോഷനിമിത്തം മുഖം നന്നായി പ്രകാശിക്കുന്നുണ്ട്. അവൻ പല മുറ്റങ്ങളും ഹാളുകളും കടന്ന് സ്ത്രീകൾക്കുള്ള സ്ഥലത്തെത്തുന്നു. അവിടെ മാർജിയാമിൻ്റെ സ്നേഹിതരെല്ലാം അവനെ അനുമോദിക്കുകയാണ്. പുരുഷന്മാരെല്ലാവരും ഇസ്രയേൽക്കാർക്ക് മാത്രമായിട്ടുള്ള ഹാളിലേക്ക് പോകുന്നു. ഈശോയും ശിഷ്യരും അവിടെയാണുള്ളത്. എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കാൻ പത്രോസ് പോയി. മറ്റുള്ളവർ പല മുറ്റങ്ങളും പൂമുഖങ്ങളും കടന്ന് ആദ്യത്തെ മതിലിനരികിലേക്ക് പോകുന്നു. പൂർണ്ണ ഇസ്രയേൽക്കാരനായിരിക്കുന്ന ബാലനെക്കുറിച്ച് പത്രോസിന് എത്രയധികമായ സന്തോഷം. സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ഈശോയുടെ നെറ്റിത്തടത്തിലെ ചുളിവുകൾ പത്രോസ് കാണുന്നതേ ഇല്ല. അതുപോലെ തന്നെ കൂട്ടുകാരും ഒരക്ഷരം ഉരിയാടുന്നില്ല എന്ന കാര്യവും പത്രോസിൻ്റെ ശ്രദ്ധയിൽ പെടുന്നില്ല. ജോസഫിൻ്റെ വീട്ടിലെ വിശാലമായ മുറിയിൽ വെച്ച് വിധിപ്രകാരമുള്ള ചോദ്യം ബാലനോട് ചോദിക്കുന്നു. ഭാവിയിൽ അവൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന്. ഞാൻ എൻ്റെ പിതാവിനെ പോലെ ഒരു മീൻപിടുത്തക്കാരനായി തീരും എന്നു മറുപടി പറയുന്നത് കേട്ടപ്പോൾ പത്രോസിന് കരച്ചിൽ വന്നു. പരിസരബോധം വന്നു. എല്ലാം മനസ്സിലാക്കി. എങ്കിലും യൂദാസ് ഒരു തുള്ളി വിഷമൊഴിച്ച് നമ്മുടെ തിരുനാൾ മോശമാക്കിയല്ലോ. ഗുരുവേ, അങ്ങേക്ക് അവൻ വിഷമം വരുത്തി. അതിനാലാണ് മറ്റുള്ളവരും വിഷാദിച്ചിരിക്കുന്നത്. ഞാനിത് നേരത്തെ മനസ്സിലാക്കാതിരുന്നത് എന്നോട് ക്ഷമിക്കണമേ. ആ യൂദാസ്, എനിക്ക് തോന്നുന്നത് പത്രോസിനെ പോലെ എല്ലാവരും നെടുനിശ്വാസമുള്ളിൽ അമർത്തുന്നു എന്നാണ്. വിഷയമയം മാറ്റിക്കളയുന്നതിനായി പുഞ്ചിരി തൂകാൻ ശ്രമിച്ചുകൊണ്ട് ഈശോ പറയുന്നു, സൈമൺ, നീ വിഷമിക്കേണ്ട. നിന്റെ ഭാര്യയില്ലല്ലോ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവർ എത്ര നല്ലവളാണ്. എപ്പോഴും എത്രയധികം ത്യാഗങ്ങളാണ് അവൾ ചെയ്യുന്നത്. എന്നാൽ താമസിയാതെ അവളുടെ സന്തോഷം അവൾക്ക് ലഭിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ സന്തോഷം. ലോകത്തിലുള്ള നന്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മാർജിയാം, വരൂ. അപ്പോൾ നീ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം നൽകിയല്ലോ. എനിക്കറിയാമായിരുന്നു നീ അങ്ങനെ ചെയ്യുമെന്ന്. ജോസഫ് ഭൃത്യന്മാർക്ക് നിർദ്ദേശം കൊടുത്ത ശേഷം ഹാളിലേക്ക് വരുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ ഇന്ന് യുവത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കർമ്മം വഴിയായി ഗുരുവിനെയും അവൻ്റെ അമ്മയെയും ബന്ധുക്കളെയും നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഭവനത്തിൽ സ്വീകരിക്കാനുള്ള ഭാഗ്യവും ബഹുമതിയും എനിക്ക് കൈവരികയും ചെയ്തിരിക്കുന്നു. വെളിയിൽ തോട്ടത്തിലേക്ക് വരൂ. അവിടെ തണുപ്പുണ്ട്, പുഷ്പങ്ങളും ധാരാളം. ഇതോടെ ദർശനം അവസാനിക്കുന്നു.